പരസ്പര സാഹോദര്യത്തിന്റെ സ്നേഹസന്ദേശം കൈമാറി പെരുന്നാൾ ദിനത്തിൽ വെള്ളിയൂരിൽ ലഹരിക്കെതിരെ കണ്ണിച്ചേരലും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. ചെറിയ പെരുന്നാൾ ദിനത്തിൽ പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം കൈമാറിക്കൊണ്ട് ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാരുണ്യ മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹല്ല് നിവാസികൾ, പൊതുജനങ്ങൾ, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര കമ്മിറ്റി, തേലക്കര ശിവക്ഷേത്ര കമ്മിറ്റി, പേരാമ്പ്ര പ്രസ് ഫോറം, കരാട്ടെ ടീം, ജനകീയ വായനശാല, ക്യാപ്റ്റൻ ലക്ഷ്മി ട്രസ്റ്റ്, പ്രിയദർശിനി ട്രസ്റ്റ്, വ്യാപാര വ്യവസായി ഓട്ടോ കോർഡിനേഷൻ, മൾട്ടി ജിം, പിലാക്കുന്നത്ത് കൂട്ടായ്മ, നാഷണൽ സർവീസ് സ്കീം, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവർ ചേർന്ന് 1000-ഓളം പേർ കൂട്ടായ്മയിൽ പങ്കുചേർന്നു. പെരുന്നാൾ നിസ്കാരശേഷം പള്ളി പരിസരത്ത് നടന്ന ചടങ്ങും പ്രതിജ്ഞയും എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ RN ബൈജു ഉദ്ഘാടനം ചെയ്തു. എത്തിക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും അരങ്ങേറിയിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ പിറകിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപഭോഗം, അതായത് പുതിയ തലമുറ ലഹരി ഉപഭോഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ചിന്താശേഷിയെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ തലച്ചോറിനെ. പെരുന്നാൾ സന്തോഷ ദിനത്തിൽ ഇത്തരം പരിപാടികൾ മാതൃകാപരമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കണ്ണികൾ അറ്റുപോകാതെ സാമൂഹ്യ വിപത്തിനെതിരെ കൈകോർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാനരചയിതാവ് രമേശ് കാവിൽ മുഖ്യപ്രഭാഷണം നടത്തി. ലഹരി പദാർത്ഥങ്ങൾ വിൽക്കാനുള്ള ലൈസൻസ് ഉള്ളത് മുതിർന്നവർക്കാണെന്നും സാഹചര്യങ്ങളാണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നതെന്നും അദ്ദേഹം പ്രഭാഷണത്തിൽ പറഞ്ഞു. കേരളത്തിൽ ഏതാണ്ട് 90 ലക്ഷം കുടുംബങ്ങളുണ്ട് എന്ന് സർക്കാരിന്റെ ചില കണക്കുകളിൽ നിന്ന് ബോധ്യപ്പെടുന്നു. ഒരു കുടുംബത്തിലേക്ക് 10. കാരുണ്യ പ്രസിഡന്റ് MK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ പങ്കെടുത്തവർക്കെല്ലാം ലഹരിക്കെതിരെയുള്ള സന്ദേശമടങ്ങിയ തുണിസഞ്ചി വിതരണം മഹല്ല് പ്രസിഡന്റ് P ഇമ്പിച്ചി മമ്മു നിർവഹിച്ചു. ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തെയും നശിപ്പിക്കുന്നു. ഞാൻ ഏതെങ്കിലും മഹല്ല് ഖത്തീബ് മുബഷിർ വാഫി, കാരുണ്യ ജനറൽ സെക്രട്ടറി VM അഷ്റഫ്, മഹല്ല് ജനറൽ സെക്രട്ടറി KT ഹസൻ, PM ഷെരീഫ്, എടവന സുരേന്ദ്രൻ, ET ഹമീദ്, N ഹരിദാസ്, PK അസ്ബീർ, NP വിധു, S രമേശ്, K ഹമീദ്, ഭാസ്കരൻ പണ്യാങ്കോട, K രാജൻ, റിൻഡ K, S രാജീവ്, V മോഹനൻ, അഡ്വക്കേറ്റ് അനിൽകുമാർ, സത്യൻ V, മനോജ് പാലയാട്, KC ഹമീദ്, VP നസീർ, KK കബീർ, ലത്തീഫ് വെള്ളിലോട്ട്, MK പ്രകാശൻ, K ദിലീപ്, PK സുരേഷ്, T ഷോബിൻ, VP ഇസ്മായിൽ, PC അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പരിപാടി തികച്ചും മാതൃകാപരമാണ്. ലഹരിക്കെതിരെ സമൂഹത്തിലെ എല്ലാവിധ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ജനകീയ ക്യാമ്പയിനാണ് ഇവിടെ നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഇതിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. എക്സൈസ് വകുപ്പിൻ്റെ എല്ലാവിധ പിന്തുണയും ഈ സംരംഭത്തിന് ഉണ്ടാവുമെന്ന് അറിയിക്കുകയാണ്.